മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवते हे चण्डमुण्डार्दिनि निश्शेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. ദേവി സുംഭൻ പറഞ്ഞയച്ചതായ ദൂതൻ സുഗ്രീവൻ, ആ സുഗ്രീവനോട് മറുപടി പറഞ്ഞയച്ചു. അതായത് ഞാനിങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ആ പ്രതിജ്ഞ അനുസരിച്ച് എൻ്റെ യുദ്ധത്തിൽ തോൽപ്പിക്കണതായിട്ടുള്ള ആൾക്ക് മാത്രമേ എന്നെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു പ്രതിജ്ഞ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സുംഭനായാലും വിരോധമില്ല, സുംഭനായാലും വിരോധമില്ല, എന്നെ വന്ന് യുദ്ധത്തിൽ ജയിച്ചിട്ട് എൻ്റെ വിവാഹം ചെയ്തോളൂ എന്നുള്ളതായിട്ടുള്ള സന്ദേശം പറഞ്ഞയച്ചു എന്നാണ്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത്? സുംഭന് വലിയ ദേഷ്യം വന്നു. ഈ ദേവിയുടെ സന്ദേശം കേട്ടപ്പോൾ, ഇത്ര വലിയ അഹങ്കാരിയായിട്ടുള്ള ആ സ്ത്രീയെ വേഗം ബലമായിട്ട് പിടിച്ചു കൊണ്ടണം എന്ന് പറഞ്ഞ് തൻ്റെ ഒരു സൈന്യാധിപനായിട്ടുള്ള ധൂമ്രലോചനെ പറഞ്ഞയച്ചു എന്നാണ്. ആ ധൂമ്രലോചൻ ഇവിടെ വന്നിട്ടുള്ള വിവരമാണ് ഇനി പറയുന്നത്. തേന അജ്ഞപ്തസ്തത ശീഘ്രം സദൈത്യോ ധൂമ്രലോചന വൃതഷ്ട്യാ സഹസ്രാണം ദാനവാനാം ദ്രുതം യയോ. തേന ആജ്ഞപ്ത, ആ സുംഭനാൽ ആജ്ഞാപിക്കപ്പെട്ടതായ സുംഭൻ്റെ ആജ്ഞ അനുസരിച്ച് തതഹ ശീഘ്രം, ആ ധൂമ്രലോചനൻ അവിടെ നിന്നും ശീഘ്രം വളരെ വേഗത്തിൽ തന്നെ സദൈത്യ, ആ ദൈത്യനായിട്ടുള്ള ധൂമ്രലോചനൻ, ആസുരനായിട്ടുള്ള ധൂമ്രലോചനൻ ഇപ്രകാരം സുംഭൻ്റെ ആജ്ഞ അനുസരിച്ച് അവിടെ നിന്നും വേഗത്തിൽ വൃതഷ്ട്യാ സഹസ്രാണാം ദാനവാനാം ഷഷ്ട്യാ വൃത, സൈന്യങ്ങൾ, ദാനവന്മാർ, അസുരന്മാർ, അവർ എങ്ങനെയാണ് അതിലുള്ളതായിട്ടുള്ള ഷഷ്ടി എന്ന് വെച്ചാൽ 60. അപ്പം 60,000 സൈന്യങ്ങളായിട്ട്, സൈന്യത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ള അസുരന്മാരായിട്ട്, അസുര സൈന്യത്തോടു കൂടി 60,000 ഭടന്മാരുള്ളതായിട്ടുള്ള സൈന്യത്തോടു കൂടി, അസുര സൈന്യത്തോടു കൂടി വൃത ചുറ്റപ്പെട്ടുകൊണ്ട്, അവരെയും കൂട്ടിക്കൊണ്ട് എന്നർത്ഥം. ദ്രുതം യയോ, വേഗത്തിൽ പോയി. അതായത് സൈന്യങ്ങളുണ്ടോ ഒപ്പം, എന്തെങ്കിലും യുദ്ധം വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സഹായത്തിന് ആരെങ്കിലുമൊക്കെ ഉണ്ടാ എന്ന് വെച്ചാൽ അവരെയും കൂടിയും തോൽപ്പിക്കണ്ടേ. അപ്പോൾ ഏതായാലും യുദ്ധത്തിന് ഒരുങ്ങിയിട്ട് തന്നെയാണ് പോണത്. 60,000 സൈന്യങ്ങളെയും കൊണ്ടാണ് പോയത് എന്നുള്ളതാണ്. ധൂമ്രലോചനൻ 60,000 സൈന്യങ്ങൾ ദാനവന്മാരോടുകൂടി അവിടേക്ക് പോയി, ദേവിയുടെ സമീപത്തേക്ക് പോയി എന്നാണ്. സദൃഷ്ട്വാ താം തതോ ദേവീം തുഹിനാചലസംസ്ഥിതം ജഗാദോച്ചൈ പ്രയാഹീതി പാർശ്വം സുംഭനിസുംഭയോ. സദൃഷ്ട്വാ താം തതോ ദേവീം, അനന്തരം അവിടെ ഈ ഹിമാലയത്തിൽ ഈ ദേവി ഇരിക്കുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് ചെന്നു. ദൃഷ്ട്വാ, ആ ദേവിയെ കണ്ടിട്ട്, സദൃഷ്ട്വാ തഥാ താം തതഃ ദേവീം, താം ദേവീം ദൃഷ്ട്വാ, തതഃ അനന്തരം താം ദേവീം ദൃഷ്ട്വാ, ആ ദേവിയെ കണ്ടിട്ട്, തുഹിനാചല സംസ്ഥിതാം, തുഹിനാചലം, തുഹിനം എന്ന് പറയുമ്പോൾ മഞ്ഞുമല, തുഹിനാചല സംസ്ഥിതം, അചലം മല, തുഹിനാചലം മഞ്ഞുമല, അതായത് ഹിമാലയത്തിൽ വർത്തിക്കുന്നതായ ആ ദേവിയെ കണ്ടിട്ട്, തുഹിനാചല സംസ്ഥിത, തുഹിനാചലത്തിൽ ഹിമാലയത്തിൽ വർത്തിക്കുന്നതായ ആ ദേവിയെ കണ്ടിട്ട്, ജഗാദ ഉച്ചൈഹി, ഉറക്കെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പ്രയാഹീതി പാർശ്വം സുംഭനിസുംഭയോ, നിസുംഭന്മാരുടെ സമീപത്തേക്ക് പൊക്കോളൂ, വേഗം പ്രയാഹിച്ചാൽ പുറപ്പെട്ടോളൂ എന്നുള്ള അർത്ഥമാണ് അവിടെ ഉള്ളൂ. സുംഭനിസുംഭയോ പാർശ്വം യയാഹി, സുംഭനിസുംഭന്മാരുടെ സമീപത്തേക്ക് വേഗം പുറപ്പെട്ടോളൂ. അത് യുദ്ധം ചെയ്ത് അങ്ങനെയൊന്നും പുറപ്പെടണ്ട, വേഗം പുറപ്പെട്ടോളൂ, എന്നാൽ പിന്നെ കുഴപ്പമൊന്നും ഇല്ലാണ്ടേ ആവും എന്ന് പറഞ്ഞു എന്നാണ്. ന ചേത് പ്രീത്യ അത്ര ഭവതി ഭക്താരമുപൈഷ്യതി തതോ ബലാന്നയമേഷ കേശാകർഷണ വിക്വലം. ന ചേത്, അങ്ങനെയല്ല എങ്കിൽ, എങ്ങനെയല്ല എങ്കിൽ, പ്രീത്യ അത്ര ഭവതി, സന്തോഷമായിട്ട്
അതായത് ഞാൻ നിർബന്ധിക്കാനൊന്നും പുറപ്പെടണ്ട, വളരെ സന്തോഷമായിട്ട് തന്നെ ഭവതി താങ്കൾ അവിടേക്ക് ഭർത്താരം ഉപയിഷ്യതി, എൻ്റെ ഭർത്താവിൻ്റെ, അതായത് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവിടെ രാജാവ് എന്നുള്ള അർത്ഥമാണ്. എൻ്റെ യജമാനൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ അവിടെ ഭർത്തൃ ശബ്ദത്തിന്. എൻ്റെ ഭർത്താവായിട്ടുള്ള, അതായത് എൻ്റെ യജമാനായിട്ടുള്ള ശുംഭൻ്റെ സമീപത്തേക്ക് വേഗം തന്നെത്താൻ പുറപ്പെടുന്നില്ല എങ്കിൽ തതോ ബലാൻ നയാമി, ഏഷ ഈ ഞാൻ, ഏഷ ഇവൻ, അതായത് ഈ ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഏഷ ബലാത് നയാമി, ബലമായിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുപോകും എന്നാണ്. ബലാത് നയാമി, ബലമായിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുവരും. നേരെ പുറപ്പെടുന്നില്ല എങ്കിൽ സന്തോഷമായിട്ട് എൻ്റെ ഒപ്പം പുറപ്പെട്ടോളൂ, എന്നാൽ കുഴപ്പമൊന്നുമില്ല. അതില്ല എന്നുണ്ടെങ്കിൽ, എന്താ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബലമായിട്ട്, ബലാത് നയാമി, ബലമായിട്ട് പിടിച്ചു കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുപോകും എന്നാണ്. എങ്ങനെയാണ്? കേശ ആകർഷണ വിഹ്വലാം, കേശ തലമുടി പിടിച്ച് വലിച്ച് വിഹ്വലയായിട്ട് പേടിച്ച് ഇതായിക്കൊണ്ട് പോരാറാവും എൻ്റെ ഒപ്പം. അതല്ലാന്ന് വെച്ചാൽ വേഗം പുറപ്പെട്ടോളൂ സിംഹന്മാരുടെ സമീപത്തേക്ക് എന്ന് പറഞ്ഞു. ദേവി വാച, ദേവി പറഞ്ഞു, ദൈത്യേശ്വരേണ പ്രഹിതോ ബലവാൻ ബലസംവൃത ബലാന്നയസി മാമേവം തതസ്തേ കിം കരോമ്യഹം. അപ്പോൾ ദേവി പറഞ്ഞു, ദൈത്യേശ്വരേണ പ്രഹിത, ദൈത്യേശ്വരൻ പറഞ്ഞയച്ചതാണ് അസുരരാജാവ്. ദൈത്യേശ്വരൻ അസുരരാജാവ്, അസുരരാജാവിനാൽ പ്രഹിതനായിട്ടുള്ള പറഞ്ഞയക്കപ്പെട്ടതായ ബലവാൻ, നല്ല ബലമുള്ള ആളാണല്ലോ, അത് അങ്ങക്കും ബലമുണ്ടെന്ന് എനിക്കറിയാം. ആ ബലവാൻ ബലസംവൃത, ഈ ബലം എന്നുള്ളത് രണ്ടാമത്തെ ബലത്തിനവിടെ സൈന്യം എന്നാണ് അർത്ഥം. ബലസംവൃത, സൈന്യങ്ങളോട് കൂടിയതായിട്ടുള്ള ബലവാനായ അങ്ങ് നല്ല ബലവാനാണ്, സൈന്യങ്ങളും ഒപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ബലസംവൃത ബലവാൻ, ബലസംവൃതനായിട്ട് ബലങ്ങളാൽ സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ട ബലവാനായിട്ടുള്ള അങ്ങ് ബലാസ് നയസി മാം ഏവം, എന്നെ ഇപ്രകാരം ബലാത് നയസി, ബലമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അങ്ങ് ഈ ബലങ്ങളോട് കൂടിയിട്ട് ആ സൈന്യത്തോടു കൂടി വന്നിട്ടുണ്ട്, എന്നെ ബലമായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ബലാം നയസി തതസ്തേ കിം കരോമ്യഹം, ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. അതായത് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പം ബലാം നയസി എന്നാ കൊണ്ടുപോകുന്ന വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടായത് എന്ന് അടുത്ത് പറയുന്നു. ഋഷിരുവാച, ഋഷിരുവാച എന്ന് പറയുമ്പോൾ അവിടെ ആ സുരഥരാജാവിനോട് സന്യാസി പറയണതാണ്, കഥ പറയുകയാണ് തുടർച്ചയായിട്ട്. ഋഷിരുവാച ഇത്യുക്ത സോഭ്യധാവത്താം അസുരോ ധൂമ്രലോചന ഹുങ്കാരേണ ഇവതം ഭസ്മസച്ചകാരാംബികാ തഥ. ഇത്യുക്ത ഇപ്രകാരം പറയപ്പെട്ടതായ ആ ധൂമ്രലോചനൻ, ധൂമ്രലോചനാണല്ലോ വന്നിട്ടുള്ളത്. ആ ധൂമ്രലോചനൻ ദേവിയാൽ ഇപ്രകാരം പറയപ്പെട്ടവനായിട്ട് ബലമായിട്ട് കൊണ്ടുവരിച്ച അങ്ങനെ ആവട്ടെ, അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യുക എന്ന് ദേവി പറഞ്ഞപ്പോൾ ആ ഇപ്രകാരം പറയപ്പെട്ടതായ ധൂമ്രലോചനൻ സഹ ഇത്യുക്ത, ഇപ്രകാരം പറയപ്പെട്ടതായ ആ ധൂമ്രലോചനൻ സഹ അഭ്യധാവത് താം, താം അഭ്യധാവത്, അവളുടെ പിന്നെ അടുത്തേക്ക് ഓടിച്ചെന്നു, അവളെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട്. അഭ്യധാവത്, അഭി എന്നുള്ളത് നേരിട്ട് എന്നുള്ള അർത്ഥമാണ്. അഭി അധാവത് അഭ്യധാവത്, നേരിട്ട് ഓടിച്ചെന്നു. അപ്പോൾ അസുരഹ ധൂമ്രലോചന സോഭ്യധാവത് താം അസുരോ ധൂമ്രലോചന, അസുരനായിട്ടുള്ള ധൂമ്രലോചനൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നാണ്. ഹുങ്കാരേണ ഇവതം ഭസ്മസച്ചകാരാംബിക തഥാ, ഹുങ്കാരേണ ഏവ, അപ്പോൾ ദേവി, ആ ദേവിയുടെ ഒരു ഹുങ്കാരം കൊണ്ട് തന്നെ, ഒരു ശബ്ദം അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ആ ഹുങ്കാരം കൊണ്ട് തന്നെ തം ഭസ്മസാച്ചകാര, ആ ധൂമ്രലോചനെ ഭസ്മമാക്കി തീർത്തു. ആ ദേവിയുടെ ഹുങ്കാരം പുറപ്പെടുപ്പിച്ചാൽ തന്നെ അസുരൻ ഭസ്മമായി എന്നാണ്. താം ഭസ്മസാൽച്ചകാര അംബിക, അംബിക ആ ധൂമ്രലോചനെ ഭസ്മമാക്കി എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ.